ഗുഡ് മോർണിംഗ്. എന്താണ് എഗ് ഫ്രീസിങ്? എഗ് ഫ്രീസിങ് അഥവാ അണ്ഡം ശീതീകരിക്കുക എന്നുള്ളത് നമ്മൾ IVF ഒന്നും ചെയ്യാതെ തന്നെ ആദ്യം എഗ്ഗ് കുറവുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ വേറെ വല്ല ക്യാൻസർ അസുഖങ്ങളോ വേറെ എന്തെങ്കിലും അസുഖമൊക്കെ ഉള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ അവർ ഇപ്പോഴെന്നെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ജോലി കുറച്ച് കഴിഞ്ഞിട്ടേ കല്യാണം കഴിക്കുകയുള്ളൂ, അവർക്ക് അണ്ഡം കുറവാണെങ്കിൽ നിങ്ങളത് നേരത്തെ ശീതീകരിച്ച് വെക്കുന്ന അണ്ഡമെടുത്ത് നേരത്തെ ശീതീകരിച്ച് വെക്കുന്ന പ്രക്രിയയാണ് എഗ് ഫ്രീസിങ്. മിനിഞ്ഞാന്ന് ഞാനൊരു പേഷ്യൻറ്റിനെ കണ്ടു. അവരുടെ 21 വയസ്സായിട്ടുള്ള ആ കുട്ടിക്ക് അവരുടെ ഒരു അണ്ഡാശയം എന്തോ മുഴ വന്ന് എടുത്തു കളഞ്ഞതായിരുന്നു. ഇപ്പോൾ വീണ്ടും മറ്റേ സൈഡിലുള്ള അണ്ഡത്തിനും മുഴകൾ വന്ന് എന്താ ചെയ്യാന്നുള്ള കൺഫ്യൂഷനിലാണ് എന്നെ സമീപിച്ചത്. ഞാൻ നോക്കുമ്പോൾ അവരുടെ AMHൻ്റെ അളവ് 1.2 ഉള്ളൂ. AMH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ഡത്തിൻ്റെ അളവിനെയാണ് കാണിക്കുന്നത്. അപ്പം AMHൻ്റെ അളവ് വളരെ കുറവായതുകൊണ്ട് ഞാൻ അവർക്ക് എന്താ ഉപദേശം കൊടുത്തതെന്നറിയോ? നിങ്ങളെ അണ്ഡം സൂക്ഷിച്ചു വെച്ചോളൂ, പിന്നീട് നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ ഈ അണ്ഡമെടുത്ത് നിങ്ങൾക്ക് കുഞ്ഞുണ്ടാവാനുള്ള സാധ്യതയുണ്ടാവുന്നു. അത് കേട്ടപ്പോൾ തന്നെ ആ കൊച്ചിൻ്റെ മുഖത്തുണ്ടായിരുന്നൊരു പ്രകാശം എനിക്ക് ഇപ്പോഴും ഓർമ്മ വരുന്നു.